നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം ശിർക്കാണ്. മതത്തിലെ പൊതു നിയമമാണത്. ആ നിയമത്തിൽ നിന്നൊരു ഇസ്തിസ്ന, ഒരു എക്സംഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം, സ്വഹീഹായ ഹദീസ് തെളിവ് വേണം, അല്ലെങ്കിൽ പറ്റില്ല. ഏതുപോലെ ഞാൻ നാടുനീളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ്. അതൊന്നും കേൾക്കാതെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മതത്തിന്റെ പൊതു നിയമമാണ്. നോമ്പുകാരന് നോമ്പ് യാത്രക്കാരന് നിർബന്ധമുണ്ടോ? ഇല്ല. രോഗിക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. എന്താ കാരണം? യാത്രയാണോ? അല്ല. രോഗമാണോ? അല്ല. പിന്നെ എന്താ കാരണം? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. രോഗിയോ യാത്രക്കാരനോ അത്രയും ദിവസം മറ്റു മാസങ്ങളിൽ നോമ്പ് നോറ്റു വീട്ടിയാൽ മതി. ഇതുപോലെ വയ്യാക നസ്തഈൻ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യൻ ഇതിനോട് ചോദിച്ചാലും ശിർക്കാണ്, മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, ആരോട് ചോദിച്ചാലും ശിർക്കാണ്. തെളിവില്ലെങ്കിൽ അല്ലാഹു നമുക്ക് തെളിവ് നൽകി, വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി. അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മറ്റു മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഇബാദത്ത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് പ്രത്യേകം ഖുർആൻ പറഞ്ഞില്ലേ? അപ്പോൾ വീണ്ടും അതിന് മറുവാദം വെച്ചു ചില ആളുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളോട് 10 രൂപ ചോദിക്കാൻ പറ്റുമോ? ഉമ്മാനോട് കഞ്ഞി ചോദിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ അയൽവാസികളോട് എന്തെങ്കിലും ഒരു സഹായം തേടാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ സഹായം സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ആനയുടെ സഹായം സ്വീകരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നായുടെ സഹായം സ്വീകരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിവിധങ്ങളായ ചോദ്യങ്ങൾ പിന്നെ അതിന്റെ പിന്നാലെ വരികയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അനുവദിച്ചു കൊടുത്ത ഒരു സഹായതേട്ടത്തെ കുറിച്ച് നമ്മൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുമ്പോ ജിന്നുകളോടോ മലക്കുകളോടോ അതല്ലെങ്കിൽ മരിച്ചവരോടോ സഹായം തേടിയില്ല. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതിൽ ഉറച്ചു നിന്നു. എന്നാൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിശ്വാസികളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടി. നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ പ്രവാചകൻ വഴികാട്ടിയായി ഉണ്ടായിരുന്നത് മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുണ്ടായിരുന്നു. പ്രവാചകൻ അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഭൗതികമായ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിക്കപ്പെട്ട അളവിൽ സഹായം തേടുക എന്നുള്ളത് ഇതിന്റെ ഗണത്തിലേക്ക് വരുന്നില്ല. ഫൈസൽ മുസ്ലിയാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സംസാരമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ കാര്യത്തിൽ കാനമിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു വിശദീകരണം. അസ്സലാമു അലൈക്കും. പറയുന്ന വാദത്തിന് ഒരു തെളിവും സമർത്ഥിക്കാനില്ലാതെ വരുമ്പോൾ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് എന്തെങ്കിലും അബദ്ധമോ എന്തെങ്കിലും തെറ്റോ വന്നതായി ആർക്കും കാണിക്കാൻ കഴിയില്ല. എന്താണിപ്പോ മുജാഹിദികൾ പറയുന്നത്? ഇപ്പൊ ഞാൻ പറയാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വിശദീകരിക്കുന്നത്, അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അഭ്യർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർക്ക് പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല. സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കുവാൻ ഖുർആൻ തന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ തആവനു അലൽ ബിർരി വ തഖ്വ എന്ന ആയത്താണ് അവിടെ ഉദ്ധരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നമ്മൾ തൗഹീദ് സമർത്ഥിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞപ്പോ ഇത് അള്ളാഹിനോട് മാത്രം സഹായം തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലെ സുന്നികൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവറോട് സഹായം ചോദിക്കുന്നില്ലേ? നിങ്ങൾ ഡോക്ടറെടുത്ത് പോയി സഹായം തേടുന്നില്ലേ? നിങ്ങൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ലേ? അതൊക്കെ സഹായം തേടലല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു അത് ഇതിൽപ്പെട്ടതല്ല, അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനുമായി ബന്ധപ്പെട്ടതല്ല.
ഇത് അള്ളാഹിനോട് മാത്രം തേടേണ്ട സഹായമാണ്. ഇതല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും മുജാഹിദുകൾക്ക് അക്കാര്യത്തിലില്ല. ഇത് അള്ളാഹിനോട് മാത്രം തേടേണ്ട സഹായത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ മനുഷ്യന്മാര് പരസ്പരം നടത്തേണ്ട സഹായാർത്ഥനകളെ കുറിച്ചല്ല പടച്ചോനെ നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയുന്നത് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന അറിയുന്ന ഒരു കാര്യമാണ്. മറ്റേത് ദുർവ്യാഖ്യാനവും ദുരാരോപണവും മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.